ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. നമുക്കറിയാം ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഓക്കെ, സോ ദ അതർ നെയിം ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദിസ് ഏതാണ്? റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് deliberate modification of the DNA of an organism to introduce new traits or produce desired biological products. അതായത് ഒരു ലിവിങ് ഓർഗാനിസം, ആ ലിവിങ് ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ജീൻസില് ചേഞ്ചസ് വരുത്തി, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ചേഞ്ച് വരുത്തണേ? നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട പുതിയൊരു ട്രെയ്റ്റോ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീൻസിൽ ചേഞ്ചസ് വരുത്തുന്നത് അല്ലെങ്കിൽ ഓൾട്ടറേഷൻസ് വരുത്തുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയാം. ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? വി വിൽ ഗെറ്റ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ GMO വിത്ത് എ ന്യൂ ജീനോടൈപ്പ്. നമുക്ക് വേണ്ട ഒരു രീതിയിലുള്ള ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പുതിയ ഓർഗാനിസത്തിനെ നമുക്ക് കിട്ടും. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്കിത് മാർക്ക് ചെയ്ത് പഠിക്കാം. സോ എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ഓൾസോ നോൺ ആസ്, സോ വി വിൽ ഗോ വിത്ത് യെല്ലോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. എന്താണ് ഇതിൽ? ഇറ്റ് ഇൻവോൾവ്സ് ദ ഡെലിബറേറ്റ് മോഡിഫിക്കേഷൻ ഓർ ഓൾട്ടറേഷൻ ഓഫ് ദ DNA ഓഫ് ആൻ ഓർഗാനിസം. നമ്മൾ അതിന്റെ ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ ചേഞ്ചസ് വരുത്താണ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ട്രെയ്റ്റ്സ്. പുതിയൊരു ട്രെയ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് ആവശ്യമുള്ള ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ പുതിയൊരു GMOനെ ലൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതായത് ഇതിനകത്ത് കുറേ രീതിയിൽ നമുക്ക് ഈ ജനറ്റിക് മോഡിഫിക്കേഷൻസ് നടത്താം. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഫസ്റ്റ് വൺ, ഇൻസേർട്ടിങ് എ ഫോറിൻ ജീൻ ഫ്രം വൺ സ്പീഷീസ് ഇൻ ടു അനദർ. അതായത് ഫോറിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടേതല്ലാത്ത പുതിയൊരു വേറൊരു, ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മൾ ഫോറിൻ എന്നല്ലേ പറയാം. പുറത്തിപ്പോൾ ഒരു ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രി എന്നല്ല, ലൈക്ക് എവിടെയെങ്കിലും വേറെ ഏത് കൺട്രി നമുക്കൊരു സായിപ്പിനെയോ അങ്ങനെ ആരെങ്കിലും കണ്ടു നമ്മൾ പറയുന്നത് ഫോറിൻ ആളെന്നാ പറയാം അല്ലേ? അതായത് വേറൊരു ഓർഗാനിസത്തിന്റെ ജീൻ എടുത്തിട്ട് നമ്മൾ വേറൊരു ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസിലേക്ക് നമ്മൾ ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്താം. അല്ലെങ്കിൽ എന്താ? ഓൾട്ടറിങ് ആൻ എക്സിസ്റ്റിംഗ് ജീൻ സോ ദാറ്റ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഈസ് ചേഞ്ച്. അതായത് ഓരോ ജീനും ഓരോ പെർട്ടിക്കുലർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഓൾറെഡി ഉള്ള ആ ഒരു ജീനിൽ അതിന്റെ സീക്വൻസിൽ കുറെ ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കും. അതായത് വേറൊരു ഓർഗാനിസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടല്ല, ആ ജീനിൽ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തും. സോ അങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീനിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് അപ്പം കിട്ടുന്ന പ്രോഡക്റ്റിലും ചേഞ്ചസ് ഉണ്ടാവും. അതും അല്ലെങ്കിൽ ഓർ ചേഞ്ചിങ് ജീൻ എക്സ്പ്രഷൻ സോ ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് മോർ ഓഫൺ ആൻഡ് നോട്ട് അറ്റ് ഓൾ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ത്രൂ വിച്ച് ജനറ്റിക് മോഡിഫിക്കേഷൻസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ വേറെ പേരെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇറ്റ് ഇൻവോൾവ്സ് ദി like altering the genes in a living organism, or it involves the deliberate modification of the DNA of an organism to introduce new traits or produce desired biological products. Okay, ഇനി ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ കുറെ സ്റ്റെപ്സുകളാണ് വരുന്നത്. സോ ഞാൻ ആ സ്റ്റെപ്സുകൾ പെട്ടെന്ന് അങ്ങ് പറയാം, ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ, ഐസൊലേറ്റ് ദ ജീൻ. ജീനിനെ ഐസൊലേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, ഇൻസേർട്ടിങ് ഇറ്റ് ഇൻ എ ഹോസ്റ്റ് യൂസിങ് എ വെക്ടർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്ടേഴ്സിനെ പറ്റി പഠിച്ചു. ക്ലോണിങ് വെക്ടേഴ്സ് ഉണ്ട്. അത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് നമ്മളെ ഫോറിൻ ബോഡിനെ ഈ വെക്ടറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇറ്റ് ആക്ട് ആസ് എ കരിയർ ഓഫ് ദിസ് ജനറ്റിക് ഇൻഫോർമേഷൻ. ഈ ജീനിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ വെക്ടർ എന്ന് പറയാം. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻസേർട്ട് ഇറ്റ് ഇൻ എ ഹോസ്റ്റ് യൂസിങ് എ വെക്ടർ. അതായത് നമ്മളൊരു വെക്ടറിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യും. തേർഡ് വൺ, പ്രൊഡ്യൂസ് ആസ് മെനി കോപ്പീസ് ഓഫ് ദ ഹോസ്റ്റ് ആസ് പോസിബിൾ. അതിന്റെ എത്രത്തോളം കോപ്പീസ് ഉണ്ടാക്കാമോ അത്രത്തോളം കോപ്പീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഫോർത്ത് വൺ, സെപ്പറേറ്റ് ആൻഡ് പ്യൂരിഫൈ ദ പ്രൊഡക്റ്റ് ഓഫ് ജീൻ. അതായത് ഫൈനലി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്പിനും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഇസ് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. എന്താണ് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് സിമ്പിൾ ആണ്. ആ ടേം കേൾക്കുമ്പോൾ തന്നെ, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. Okay, so we are moving on to the first step, that is isolation of genetic material. Objective എന്താണ്? To obtain
പ്യുവർ ആൻഡ് ഇൻടാക്ട് DNA ഫ്രം ദി ഡോണർ ഓർഗാനിസം. അതായത് ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സ്റ്റെപ്പാണ് ഇത്. അതായത് നമ്മൾ ഈ സെൽസിൽ നിന്ന് നമ്മൾ DNA-നെയോ RNA-നെയോ ഏത് ജനറ്റിക് മെറ്റീരിയൽ ആണോ നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ പ്രോസസ്സസ് ലൈക്ക് ക്ലോണിങ്, സീക്വൻസിങ് ഓർ ജീൻ എഡിറ്റിംഗ്. അപ്പോൾ ഈ ഐസൊലേഷനിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻടാക്ട് DNA-നെ നമ്മൾ ഡോണർ ഓർഗാനിസത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. എന്തിന്റെ? ഈ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോസസ്സിൽ ആദ്യം എന്താണ്? സെൽ ലൈസിസ്. ദാറ്റ് ഈസ് സെൽ, ബാക്ടീരിയൽ സെൽ ആവാം, പ്ലാന്റ് സെൽ ആവാം, ആനിമൽ സെൽ ആവാം. ദി ആർ ബ്രോക്കൺ ഓപ്പൺ യൂസിങ് ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, എൻസൈമാറ്റിക് മെത്തേഡ്സ്, മെക്കാനിക്കൽ മെത്തേഡ്സ് എക്സെട്ര. അതായത് സെല്ലിന്റെ ഉള്ളിലാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പൊ സെല്ലിനെ എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പൊ നമ്മളതിന് ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതായത് മെക്കാനിക്കൽ മീൻസ് ഇറ്റ്സ് ലൈക്ക് ഇൻ സം അതർ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ആസ് എ ഫിസിക്കൽ മെത്തേഡ്. ഗ്രൈൻഡിങ്, അതുപോലെ സോണിക്കേഷൻ, അതുപോലുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് ചെയ്യും. കെമിക്കൽ മെത്തേഡ്സിനകത്താണ് ലൈക്ക് ഈ എൻസൈമാറ്റിക് മെത്തേഡ്സും കെമിക്കൽ മെത്തേഡിനകത്ത് വരുന്നതാണ്. ഡിറ്റർജൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈസോസൈം, സെല്ലുലൈസ് പോലുള്ള എൻസൈംസ് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ സെല്ല് ബ്രേക്ക് ആവും. സെല്ല് ബ്രേക്ക് ആയിട്ട് ആ സെല്ലിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ പുറത്തേക്ക് റിലീസ് ആവും. ദാറ്റ് ഇസ് എ സെൽ ലൈസിസ്. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? റിമൂവൽ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ദ സെൽ ഡെബ്രിസ്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? നമ്മൾ ഈ സെൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ വേറെ സബ്സ്റ്റൻസുകളും ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അതിനകത്ത് പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യണം. പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് protease. So these proteins are removed by treating with protease enzymes or organic solvents like phenol chloroformics. നമ്മൾ DNA എക്സ്ട്രാക്ഷന്റെ ഒരു ഒഫീഷ്യൽ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പം അത് ചെയ്ത ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ അവിടെ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീനോൾ ക്ലോറോഫോം മിക്സ്ചർ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് സോൾവെന്റ് ആണ്. അപ്പം നമുക്ക് ഈ പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഒന്നല്ലെങ്കിൽ പ്രോട്ടീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വി ഗോ വിത്ത് ദിസ് ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് ഫീനോൾ ക്ലോറോഫോം. ഓക്കെ. നെക്സ്റ്റ് വൺ, RNA-നെ റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് RNase എൻസൈം. ഓക്കെ. സോ ഫസ്റ്റ് സെൽ ലൈസിസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോട്ടീൻസും RNA-നെയും നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പാണ് precipitation ഓഫ് DNA. നമുക്കിനി ജനറ്റിക് മെറ്റീരിയലിന് മാത്രമായിട്ട് വേണമല്ലോ. സോ വി ആർ യൂസിങ് കോൾഡ് ആൽക്കഹോൾ, അതായത് എത്തനോളോ ഐസോപ്രോപ്പനോളോ നമ്മൾ യൂസ് ചെയ്യും കോൾഡ് ആയിട്ടുള്ള, in order to precipitate the DNA. അതായത് DNA ആക്ച്വലി ഇതിനകത്ത് സോലുബിൾ അല്ല. സോ ഇറ്റ് ഫോംസ് വിസിബിൾ ത്രെഡ്സ് ഓർ പെല്ലറ്റ്. ഒരു പെല്ലറ്റ് പോലെ സോലുബിൾ ഡിസോൾവ് ആയി പോകത്തില്ല. അത് ചെറിയ ചെറിയ പെല്ലറ്റ്സ് അല്ലെങ്കിൽ ത്രെഡ് പോലെ ഇങ്ങനെ ഫോം ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഇസ് ദ സ്റ്റെപ്പ് which is known as the precipitation of DNA. DNA is precipitated using cold alcohol. Ethanol or isopropanol is used. അപ്പോൾ അത് ഡിസോൾവ് ആയി പോവാത്തതുകൊണ്ട് തന്നെ പെല്ലറ്റ് അല്ലെങ്കിൽ വിസിബിൾ ത്രെഡ്സ് ഫോം ചെയ്യും. ഫൈനൽ സ്റ്റെപ്പ് ഇസ് പ്യൂരിഫിക്കേഷൻ. ദ DNA is pulled out and dissolved in buffer like TE ബഫർ. അതായത് DNA നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്യും. അതിനകത്തൊരു സ്യൂട്ടബിൾ ബഫർ TE ബഫറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇവിടെ ഓർക്കേണ്ട കാര്യം നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ആണല്ലേ പറഞ്ഞത്. DNA ആണെങ്കിൽ ഈ സ്റ്റെപ്സുകൾ. ഇനി RNA ആണെങ്കിൽ എന്താ? RNase ഫ്രീ കണ്ടീഷൻസ് ആർ എസെൻഷ്യൽ. അതായത് RNase ഉണ്ടെങ്കിൽ RNA ബ്രേക്ക് ആയി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ RNase-നെ ഫ്രീ ആക്കുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് വേണം നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ. അതിന് നമ്മൾ ഗ്വാനിഡിൻ തയോസൈനേറ്റ് പോലുള്ള എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ നല്ല പ്യൂരിറ്റി വേണം. ആ എക്സ്പെരിമെന്റ് ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല സ്റ്റെറിലൈസ്ഡ് ഗ്ലൗസും മാസ്കും ഒരു രീതിയിലും കണ്ടാമിനേറ്റ് ചെയ്ത് പോകരുത്. കാരണം RNase is present everywhere. സോ RNA കട്ടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ വളരെ നല്ല ഹൈ പ്യൂരിറ്റിയും ഇന്റഗ്രിറ്റിയും ഫുള്ള് ത്രൂ ഔട്ട് ദി പ്രോസസ് നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ദി സ്റ്റെപ്പ് നമ്മളത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എസ്പെഷ്യലി ഫോർ ടെക്നിക്സ് ലൈക്ക് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസ്, സീക്വൻസിങ് ഓർ ക്ലോണിങ് എക്സെട്ര. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നെക്സ്റ്റ് എന്താണ്? കട്ടിംഗ് ഓഫ് ദ DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ്. അതായത് ഓരോ സ്പെസിഫിക് സൈറ്റ്സിൽ വെച്ചിട്ട് നമ്മൾ DNA-നെ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? അതായത് ആ കംപ്ലീറ്റ് ജീനിൽ നിന്ന് നമുക്ക് വേണ്ട സീക്വൻസിനെ മാത്രം കട്ട് ചെയ്യുക. Okay, to cut the DNA precisely to extract the desired gene and to open the vector for insertion. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കട്ടിംഗ് ഓഫ് DNA at specific sites. അപ്പോൾ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ്. ആ എൻസൈംസിന് പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നമ്മളിനി പഠിക്കും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയും. എന്തുകൊണ്ടാണ് സിസേഴ്സ്? നമ്മൾ എന്തെങ്കിലും സാധനം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ അല്ലേ സിസർ, കത്രിക. അപ്പോൾ മോളിക്കുലർ സിസേഴ്സ് എന്ന് ഇതിനെ പറയാം. അല്ലെങ്കിൽ
റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നും പറയും, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, DNA കട്ട് ചെയ്തു, നമ്മൾ ഇത് യൂസ് ചെയ്തു. ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ റെക്കഗ്നൈസ് സ്പെസിഫിക് പാലിയൻഡ്രോമിക് സീക്വൻസസ്, അതായത് ഒരു 4 തൊട്ട് 8 ബേസ് പെയർ വരെ വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസിനെ ഇവരെന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് ആ ഒരു സൈറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള സൈറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. ഇത് മെയിൻ ആയിട്ട് ബാക്ടീരിയയിലൊക്കെ ഫൗണ്ട് ആയിട്ടുണ്ട്. ആൻഡ് ദിസ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം എയ്തർ ദേ മേ പ്രൊഡ്യൂസ് സ്റ്റിക്കി എൻഡ്സ് ഓർ സംടൈം ദേ മേ പ്രൊഡ്യൂസ് ബ്ലണ്ട് എൻഡ്സ്. സ്റ്റിക്കി എൻഡ്സ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രൊഡ്യൂസ്, സ്റ്റിക്കി എൻഡ്സ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യണേ, വെൻ ദ എൻസൈംസ് കട്ട് DNA ഇൻ എ സ്റ്റാഗേർഡ് മാനർ, അതായത് ഒരു സ്റ്റാഗേർഡ് മാനറിൽ കട്ട് ചെയ്യുമ്പോൾ, DNA കട്ട് ചെയ്യുമ്പോഴാണ് സ്റ്റിക്കി എൻഡ്സ് ഉണ്ടാവുന്നത്. സ്റ്റിക്കി എൻഡ്സ് ഇസ് ഓൾസോ നോൺ ആസ് overhanging ends or cohesive ends. They are more easier for ligation. കുറച്ചും കൂടി ജോയിൻ ചെയ്യാൻ എളുപ്പം ഇങ്ങനെയുള്ള സ്റ്റിക്കി എൻഡ്സ് ആണ്. ഓക്കെ, എക്കോ, ഒരു എക്സാമ്പിൾ പറയാം. എക്കോ R1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം, ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇവരെന്ത് കട്ട് ചെയ്യും, ഇറ്റ് കട്ട്സ് ഇൻ ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് അഡിനിൻ, അതായത് ജിക്കും എക്കും ഇടയിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. അതായത് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഓവർഹാങ്സ് ദാറ്റ് ക്യാൻ ഈസിലി പെയർ വിത്ത് കോംപ്ലിമെന്ററി സീക്വൻസസ്. കോംപ്ലിമെന്ററി സീക്വൻസ് ആയിട്ട് പെട്ടെന്ന് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവർ കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ബ്ലണ്ട് എൻഡ്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ എൻസൈംസ് കട്ട് സ്ട്രെയിറ്റ് അക്രോസ് ബോത്ത് സ്ട്രാൻഡ്സ്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻഡ്സ് ആണ് ബ്ലണ്ട് എൻഡ്സ്. എക്സാമ്പിൾ ആണ് SMAL, SMAL. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്റ്റിക്കി എൻഡ്സ് ആൻഡ് ബ്ലണ്ട് എൻഡ്സ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞു. കട്ടിംഗ് ഓഫ് DNA സ്പെസിഫിക് സൈറ്റ്സിൽ ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ വേറൊരു പേരാണ് റെസ്ട്രിക്ഷൻ ഡൈജഷൻ. നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് എക്കോ R1. ഇറ്റ് കട്ട്സ് ഇൻ ബിറ്റ്വീൻ G ആൻഡ് A, GAA, TTC, HindIII, BAM H1, SMAL, സ്മാൾ. ഇത്രയുണ്ട് കേട്ടോ. ഇനി ഇമ്പോർട്ടൻസ്, എന്തിനാണ് ഈ ഒരു സ്റ്റെപ്പ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കട്ട് ചെയ്താൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് വെക്ടറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ സ്റ്റിക്കി എൻഡ്സ് ആർ പ്രിഫേർഡ് ഫോർ ഈസി ആൻഡ് സ്പെസിഫിക് ലിഗേഷൻ. അതായത് കുറച്ചും കൂടി പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ, DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ എളുപ്പമുള്ളത് ഏതാണ്, ബ്ലണ്ട് എൻഡ്സിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് സ്റ്റിക്കി എൻഡ്സിനെയാണ്. സോ it is more beneficial than the blunt ends. Okay, so this is the cutting of DNA at specific site. It is also known as restriction digestion. പിന്നെ ഇതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിങ്ങനെ വെക്ടർ DNAനും ഫോറിൻ DNAനും നമ്മൾ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തു. അപ്പൊ 2 DNA ഫ്രാഗ്മെന്റ്സിലും എന്തായി, സ്റ്റിക്കി എൻഡ്സ് ആണ് ഉണ്ടാവുന്നത്. And finally, this DNA ligase enzyme joins them together to form the recombinant DNA. So, which enzyme is joining the two sequences? That is the DNA ligase. And the one which is cutting the sites is the restriction endonucleases. Examples are ECHO R1, HindIII, and BAM H1. So, that is the second step inside the genetic engineering. That is the cutting of DNA. Okay. In the third method, third is the insertion of gene into a cloning vector. അതായത് നമുക്ക് വേണ്ട ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ വെക്ടറിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഇസ് ഓൾസോ നോൺ ആസ് recombinant DNA formation. So in the earlier classes we have studied about the different types of cloning vectors. There are different types of cloning vectors like plasmid, bacteriophage vector, then the shuttle vector, expression vector, then bacterial artificial chromosomes, yeast artificial chromosomes, etc. So ഈ സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ ഒരു ക്ലോണിംഗ് വെക്ടറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്. സോ വാട്ട്സ് ദ ഒബ്ജക്റ്റീവ്? ടു ഇൻസേർട്ട് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻടു എ കാരിയർ മോളിക്യൂൾ ദാറ്റ് ഇസ് എ വെക്ടർ ടു അലോ ട്രാൻസ്ഫർ ഇൻടു ഹോസ്റ്റ് സെൽ. ഓക്കെ, ഇനി എന്താണ് വെക്ടർ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ക്ലോണിംഗ് വെക്ടർ, എങ്ങനെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടർ എന്ന് പറയാം. ഓക്കെ, ദെൻ കോമൺലി യൂസ്ഡ് വെക്ടേഴ്സ് ആർ plasmids, bacteriophages, cosmids, bacterial artificial chromosomes, yeast artificial chromosomes. So what is this plasmid? Plasmids are circular extrachromosomal DNA in bacteria. Circular shape ilulla nammade, like we have already said that ഒരു ഹോസ്റ്റിന്റെ ക്രോമസോമൽ DNA യിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോമസോം ആയിരിക്കും പ്ലാസ്മിഡ് എന്നുള്ളത്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ദി എക്സ്ട്രാ ക്രോമസോമൽ DNA. ബാക്ടീരിയോഫേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. സോ അതിനകത്താണ് ലാംഡാഫേജ് വെക്ടറും M13 വെക്ടർ ഒക്കെ വരുന്നത്. നെക്സ്റ്റ് വൺ കോസ്മിഡ്സ്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ. കുറച്ചും കൂടി ലൈക്ക് ബേസ് പെയർസ് സൈസ് കൂടുതലുള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോസ്മിഡ്സ്, ബാക്ടീരിയോഫേജ്, BACS, like bags and yaks, etc. Okay,
നെക്സ്റ്റ് വൺ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ഇൻറ്റു ഹോസ്റ്റ് സെൽ. അതായത് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു റീകോമ്പിനന്റ് DNA നമ്മൾ ഹോസ്റ്റിന്റെ ബോഡിയുടെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റെപ്പ്? ടു ഇൻട്രൊഡ്യൂസ് ദ റീകോമ്പിനന്റ് വെക്ടർ ഇൻറ്റു ദ സ്യൂട്ടബിൾ ഹോസ്റ്റ് ഓർഗാനിസം ഫോർ ജീൻ എക്സ്പ്രഷൻ. സോ വി ആർ ട്രാൻസ്ഫറിങ് ദറ്റ് റീകോമ്പിനന്റ് വെക്ടർ ഇൻറ്റു ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എക്സ്പ്രസിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ മെയിൻ objective behind this step, that is the introduction of recombinant DNA into host cell, and this step is also known as transformation. Transformation എന്ന് നമ്മൾ പറയും. Transformation in genetic engineering is one another important step. Okay. സോ അത് മറക്കാണ്ട് ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതർ നെയിമും ഉറപ്പായിട്ട് എഴുതുക. കോമൺ ആയിട്ടുള്ള ഹോസ്റ്റ് ഓർഗാനിസംസ് ഏതാണ്? ബാക്ടീരിയയിലെ ഈക്കോളൈ. ഇറ്റ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡ്യൂ ടു ഫാസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഈസി ഹാൻഡ്ലിംഗ്. കുറച്ചും കൂടി റെപ്ലിക്കേറ്റിംഗ് കൂടുതലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയസിൽ ഈക്കോളൈ ആണ്. അതുപോലെ ഈസ്റ്റ്, പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ്. സോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ഫോറിൻ DNA ഇൻറ്റു ഹോസ്റ്റ് സെൽ, യൂഷ്വലി ബാക്ടീരിയം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ ഇൻസേർട്ട് ചെയ്ത ജീനെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് സ്റ്റെപ്പ് ഇസ് വെരി ക്രൂഷ്യൽ ഇൻ ദ ഫീൽഡ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതിനകത്ത് കുറേ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. എങ്ങനെ ഇതിനെ റീകോമ്പിനന്റ് DNA നമ്മൾ പാസ് ചെയ്യുന്നു എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രിപ്പറേഷൻ ഓഫ് കോമ്പീറ്റന്റ് സെൽസ്. സോ ദിസ് സെൽസ് ആർ മെയ്ഡ് കോമ്പീറ്റന്റ് ടു ടേക്ക് അപ്പ് DNA ബൈ ട്രീറ്റിംഗ് ദം വിത്ത് കെമിക്കൽസ് ലൈക്ക് കാൽഷ്യം ക്ലോറൈഡ് ഓർ യൂസിങ് ഇലക്ട്രോപോറേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് ആ സെല്ലിനകത്തേക്ക് DNA കയറി പോകണമല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ട്രീറ്റ് ആ ഒരു സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യും? We will treat that cell with using chemicals like calcium chloride or electroporation. Electroporation എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ഇലക്ട്രിക് ഇമ്പൾസ് നമ്മൾ കൊടുത്തിട്ട് അതിന്റെ മെംബ്രെയിൻ്റെ സൈഡിൽ കുറെ പോർസ് ഉണ്ടാക്കും. സോ ദിസ് ട്രീറ്റ്മെന്റ് മേക്സ് ദ സെൽ മെംബ്രെയിൻ മോർ പെർമിയബിൾ ആൻഡ് ആസ് എ റിസൾട്ട് ദിസ് recombinant vector can be easily inserted into the body of the host. Next one, introduction of recombinant DNA. നമ്മൾ പിന്നെ പറഞ്ഞു the cells are again briefly exposed to heat shock or for an electric pulse. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഈ സെൽസിന്റെ പുറമേ ആയിട്ട് പോർസ് ഉണ്ടാവും. അങ്ങനെ ഇത് കയറിപ്പോവും. Third step is the selection of transformed cells. After that, transformed cells are grown on a selective medium containing antibiotics. നമുക്കറിയാം ആന്റിബയോട്ടിക്സ് എന്താണ്? ബാക്ടീരിയൽ സെല്ലിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ആന്റിബയോട്ടിക്സ്. സോ വി ആർ ഗ്രോയിങ് ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോംഡ് സെൽസ് ഓൺ എ കൾച്ചർ മീഡിയ കണ്ടെയ്നിങ് ആന്റിബയോട്ടിക്സ്. സോ ആ ഒരു ബാക്ടീരിയയുടെ ബോഡിയുടെ അകത്ത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ബാക്ടീരിയക്ക് പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉള്ളത് കൊണ്ട് എത്ര ആന്റിബയോട്ടിക് ഉള്ള മീഡിയത്തിൽ കൊണ്ടിട്ടാലും ആ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും. അതേസമയം ഇഫ് ദാറ്റ് ഓർഗാനിസം ഈസ് ലാക്കിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ, ഇവൻച്വലി ദിസ് ബാക്ടീരിയം വിൽ ഡൈ. അല്ലേ? കാരണം ആന്റിബയോട്ടിക് ഉണ്ട്. അപ്പം ഈ റെസിസ്റ്റന്റ് ജീൻ അതിലില്ലെങ്കിൽ പെട്ടെന്നത് എന്ത് പറ്റും? പെട്ടെന്നത് eventually it gets died. Then expression of foreign gene. Once inside this, the foreign gene is transcribed and translated by the host machinery. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഇലക്ട്രോപോറേഷൻ ഉണ്ട്, മൈക്രോ ഇഞ്ചക്ഷൻ ഉണ്ട്, ജീൻ ഗൺ ഉണ്ട്. സച്ച് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് റീകോമ്പിനന്റ് DNA ടു ഹോസ്റ്റ് സെൽ. കെമിക്കൽ മെത്തേഡിൽ വി ആർ യൂസിംഗ് ദ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽ കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് ഹീറ്റ് ഷോക്ക്. Electroporation, electric shock is used to create the pores. Micro injection, we are directly injecting DNA into the nucleus. Gene gun is also known as biodistics. We are shooting DNA coated particles into the cell. Okay, next one, fifth one, the selection and screening of transformed cells to identify which host cells have successfully taken up the recombinant DNA. So we are using the tools like selectable marker genes and screening techniques. So in case of selectable marker genes, we are using antibiotic resistance gene as one of the selectable marker. നമ്മൾ ഓൾറെഡി പറഞ്ഞു antibiotic resistant gene എന്ന് പറഞ്ഞാൽ ഒരു കറസ്പോണ്ടിങ് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ആയുള്ള ജീൻ അതിന്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ആന്റിബയോട്ടിക് ഉള്ള മീഡിയത്തിൽ ആ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യും. ഫോർ എക്സാമ്പിൾ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനാണ് ഉള്ളെങ്കിൽ നമ്മൾ ആ കൾച്ചർ മീഡിയയിലേക്ക് ആംബിസിലിൻ ആന്റിബയോട്ടിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ പറ്റും. അതേസമയം ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ അവരുടെ ആ ഒരു ബോഡിയിൽ ഇല്ലെങ്കിൽ ആംബിസിലിൻ ഉള്ളൊരു മീഡിയത്തിൽ അവർ ഗ്രോ ചെയ്യത്തില്ല. They won't survive. Okay, second is a colorimetric markers like is it for blue white screening. Then other screening techniques like antibiotic selection. Only transformed cells survive on antibiotic containing media. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു.
Then blue-white screening, white colonies are selected over blue ones. The white ones are the recombinant and blue ones are the non-recombinant. Okay. Then cloning and expression of the gene. So cloning and expression of the gene objective എന്താണ്? To allow the replication and expression of the gene inside the host cell. So cloning means the recombinant DNA replicates along with host cell's DNA. Multiple copies are made and that is known as the gene cloning. Expression gene is transcribed and translated into functional protein. Promoters and expression signals in the vector ensure efficient expression. Okay, so these are the points under cloning and expression. ചുമ്മാ ജസ്റ്റ് ആ ഒരു ലൈക്ക് ബോഡിയുടെ അകത്ത് വെച്ചിട്ട് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു ആൻഡ് eventually this gene gets expressed. Okay, so that is the step cloning and also the expression. The applications എന്താണ്? Applications means the production of therapeutic proteins like insulin, growth hormone, etc. and gene therapy, vaccine production, genetically modified crops. നമുക്കറിയാം ഇപ്പോൾ ബയോടെക്നോളജി ജനറ്റിക് എഞ്ചിനീയറിംഗ് is very important in many fields. അതായത് മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, ജീൻ തെറാപ്പി യൂസ് ചെയ്യാം, വാക്സിൻ പ്രൊഡക്ഷൻ മെഡിക്കൽ ഫീൽഡിൽ വാക്സിൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്രോപ്പിന് ഈൽഡ് കുറവാണെങ്കിൽ ഈൽഡ് കൂടിയ ഒരു പ്രോഡക്റ്റ് ലൈക്ക് അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഉണ്ടാക്കാം. അങ്ങനെ വീറ്റ് വെറൈറ്റീസും റൈസ് വെറൈറ്റീസും ധാരാളം ഒക്കെ ഉണ്ട്. സോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഈ 2 പോയിന്റ്സിൽ ഒതുങ്ങണമല്ല, വാസ്റ്റ് ലൈക്ക് ആപ്ലിക്കേഷൻസ് ആർ എന്യൂമറസ്. നമ്മൾ വരുന്ന ടോപ്പിക്കിൽ ഇനി ഉണ്ട് ലൈക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. സോ വി വിൽ ഡിസ്കസ് ദിസ് ആപ്ലിക്കേഷൻസ് അണ്ടർ ദാറ്റ് ഹെഡിങ്. ഇതിൽ മെയിൻ ആയിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ്, അതിൻ്റെ സ്റ്റെപ്സ്, കോർ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഗോ ത്രൂ ഇറ്റ്. അതുപോലെ ബാക്കിയുള്ള ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.